ഉമാ തോമസ് എം.എൽ.എക്ക് അപകടം സംഭവിച്ച വേദിയിലെ സുരക്ഷാ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് സംയുക്ത പരിശോധനാ റിപ്പോർട്ട് പുറത്ത്. സുരക്ഷയ്ക്ക് പുറമെ വേദിക്ക് സമീപം അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ വൈദ്യസഹായം ഉണ്ടായിരുന്നില്ല. പരിശീലനം ലഭിക്കാത്തവരാണ് ഉമാ തോമസിനെ ആംബുലൻസിലേക്ക് മാറ്റിയത്. VIP സ്റ്റേജിന് അടുത്തായി ആംബുലൻസ് ഇല്ലാതിരുന്നത് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കാൻ വൈകിയെന്നും റിപ്പോർട്ടിലുണ്ട്. അതേസമയം തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ് ഉമാ തോമസ് എം.എൽ.എ. കുറച്ച് ദിവസങ്ങൾ കൂടി വെന്റിലേറ്ററിൽ തുടരേണ്ടി വരും എന്നാണ് കഴിഞ്ഞ ദിവസം മെഡിക്കൽ സംഘം അറിയിച്ചത്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, ഈ സുരക്ഷയിൽ കനത്ത വീഴ്ച ഉണ്ടായി എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരികയാണ്. അവിടെ ഇത്രയും VIP-കൾ, മന്ത്രിമാരടക്കമുള്ള ആളുകൾ പങ്കെടുത്ത ആ പരിപാടിക്ക് അടുത്ത് ഒരു ആംബുലൻസ് പോലും ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ MLA വീണ് കഴിഞ്ഞിട്ട് MLA എടുത്തുകൊണ്ട് പോകാൻ ബന്ധപ്പെട്ട അതിന് കൃത്യമായി അതറിയാവുന്ന ആളുകളൊന്നും അത്രയും വലിയ പരിപാടിക്ക് അവിടെ അടുത്തൊന്നും ഉണ്ടായിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ആദ്യം നമുക്ക് ഈ സുരക്ഷാ വീഴ്ചയെപ്പറ്റി, നമുക്ക് MLA-യുടെ ആരോഗ്യസ്ഥിതിയെപ്പറ്റി ഒന്ന് പറയാമോ? അതിനുശേഷം നമുക്ക് സുരക്ഷാ വീഴ്ചയിലേക്ക് വരാം. വിനോദ്, MLA-യുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായും ഇപ്പോൾ ഒരു ആശങ്ക ഉണർത്തുന്നത് ശ്വാസകോശത്തിനുള്ള ക്ഷതമാണ്. അതിന് ഇപ്പോൾ ആൻറ്റിബയോട്ടിക് മരുന്നുകളുടെ ചികിത്സ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ അത് എത്രത്തോളം ഫലപ്രദമാണ് എന്നത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. തൽസ്ഥിതി തുടരുന്നു എന്നതാണ് ഇന്നലെ രാത്രി വരെയും നമുക്ക് ലഭിച്ച വിവരം. ഇന്ന് 10 മണിക്ക് മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം 10:30 മെഡിക്കൽ ബുള്ളറ്റിൻ ഉണ്ടാകും എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. തലച്ചോറിലെ രക്തസ്രാവം കൂടിയിട്ടുണ്ടായിരുന്നില്ല. അത് ഏറെ ആശ്വാസകരമാണ്. എന്നാൽ ഈ ശ്വാസകോശത്തിനുള്ള ക്ഷതം അത് സാധാരണഗതിയിൽ 2 ദിവസം പിന്നിടുമ്പോഴേക്കും അല്പം വർദ്ധിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് സാധാരണ പൊതുവിൽ എല്ലായിടത്തും ഉള്ളതാണ്. അതോടൊപ്പം തന്നെയാണ് ഉമാ തോമസിന് നല്ല വണ്ണമുള്ള ശരീരമായതുകൊണ്ട് തന്നെ ഇത്തരം റിസ്കുകൾ കൂടുതലാവാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇതൊക്കെയാണെങ്കിലും ഈ ആൻറ്റിബയോട്ടിക്കിനോട് കൃത്യമായി പ്രതികരിച്ചാൽ, ശരീരം പ്രതികരിക്കുകയാണെങ്കിൽ ഈ ശ്വാസകോശത്തിലെ ക്ഷതങ്ങൾ വരും ദിവസങ്ങൾ കുറഞ്ഞു വരും എന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തുതന്നെയായാലും വെന്റിലേറ്റർ എപ്പോൾ മാറ്റാൻ സാധിക്കുമെന്നത് സംബന്ധിച്ച് ഒരു കൃത്യമായ ധാരണയിലേക്ക് ഇതുവരെയും ഡോക്ടർമാർ എത്തിയിട്ടില്ല. കാരണം വെന്റിലേറ്റർ മാറ്റുമ്പോൾ പെട്ടെന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടസ്ഥിതി ഉണ്ടാവാനുള്ള സാധ്യതയും അത്തരം മുൻകരുതലും എല്ലാം എടുത്തുകൊണ്ട് പൂർണ്ണമായും ശ്വാസകോശത്തിൻ്റെ ക്ഷതം മാറുന്നത് വരെയും വെന്റിലേറ്ററിൽ തുടരുക എന്ന ഒരു നിശ്ചയത്തിലാണ് ഡോക്ടർമാർ ഉണ്ടായിരുന്നത്. ഇന്നും മെഡിക്കൽ ബോർഡ് ചേരുമ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ വിവിധ ഡോക്ടർമാർ ചർച്ച ചെയ്യും. അതിന് മെഡിക്കൽ കോളേജിലെ സർക്കാർ ഡോക്ടർമാരടക്കമുള്ളവരും ഈ ചികിത്സയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ കൂടി നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാവും സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സ മുന്നോട്ട് പോവുക. ഈ ഒരു സാഹചര്യത്തിൽ തലച്ചോറിനുള്ള ക്ഷതവുമായി ബന്ധപ്പെട്ട ചികിത്സകൾ, ഈ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അല്പം കുറഞ്ഞതിന് ശേഷം മാത്രമാവും അതിൻ്റെ ചികിത്സയിലേക്ക് പോവുക. മറ്റ് പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഭീഷണി ഉയർത്തുന്നതായ ആരോഗ്യ പ്രശ്നങ്ങളില്ല. നേരത്തെ ഹൃദയ സംബന്ധമായ ചില അസുഖങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ കൂടിയും അതിലേക്കൊന്നും ഇപ്പോൾ ബാധിക്കുന്ന സാഹചര്യങ്ങൾ നിലവിലില്ല എന്നത് തന്നെയാണ് വിലയിരുത്തുന്നത്. ഈ രീതിയിൽ വെന്റിലേറ്റർ എപ്പോഴത്തേക്ക് മാറ്റാൻ കഴിയും എന്നതടക്കമുള്ള കാര്യങ്ങളും ശ്വാസകോശത്തിൻ്റെ ക്ഷതത്തിനോടുള്ള ഈ ആൻറ്റിബയോട്ടിക് മരുന്നുകൾ ചെല്ലുമ്പോഴുള്ള പ്രതികരണം ഏത് രീതിയിൽ എന്നതുമാണ് ഏറ്റവും പ്രധാനമായും വിലയിരുത്തപ്പെടുന്നതും. അതെ, അത് തന്നെയാണ്. ഇനി നമുക്ക് ആ സുരക്ഷാ വീഴ്ചയെ സംബന്ധിച്ച റിപ്പോർട്ട് വന്നിട്ടുണ്ടല്ലോ. ആ സ്റ്റേഡിയത്തിൽ കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. MLA വീണതിന് ശേഷം MLA ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ വീഴ്ച, അതുപോലെ തന്നെ ആംബുലൻസ് എത്തുന്നതിനുള്ള കാലതാമസം, അങ്ങനെ സമ്പൂർണ്ണമായി അവിടെ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായിരുന്നത്. മന്ത്രിമാരടക്കമുള്ള പങ്കെടുത്ത ഒരു പരിപാടി. കാര്യം കൂടിയുണ്ട് സജി ചെറിയാൻ, കഴിഞ്ഞ ദിവസം സംഘാടകർക്ക് പിഴവ് സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് ഇപ്പോൾ സംയുക്ത പരിശോധനാ റിപ്പോർട്ടിൽ സംഘാടകർക്ക് കൃത്യമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, അടിയന്തര വൈദ്യസഹായം നൽകാനുള്ള ഒരു സംവിധാനങ്ങൾ പോലും വേദിക്കരികിൽ ഇല്ലായിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അല്ലേ സുധീഷ്? ദേവി, അങ്ങനെ തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് കലാകാരന്മാരായി മാത്രം തന്നെ 12,000-ലധികം പേർ തിങ്ങിക്കൂടിയ ഒരു സദസ്സായിരുന്നു. അതിനോട് ചേർന്ന് ഈ വേദിയിലും VIP-കൾ, മന്ത്രിയുണ്ട്, അതോടൊപ്പം തന്നെ ADGP ശ്രീജിത്ത് ഉണ്ടായിരുന്നു, MLA-മാരുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയധികം പേർ പങ്കെടുക്കുന്ന ഒരു വേദിയിൽ അവിടെ ഒരുക്കേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ വലിയ പാളിച്ച സംഘാടകർക്ക് പറ്റി എന്നത് തന്നെയാണ് പൊതുമരാമത്ത് വകുപ്പും പോലീസും അഗ്നിശമന സേനയും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ വ്യക്തമാക്കുന്നത്.
പറയുന്നത്. ഇത് ഇന്നലെ സജി ചെറിയാൻ തന്നെ സംഘാടനത്തിൽ പിഴവില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു. സ്റ്റേജിന് നല്ല ബലമുള്ളതായാണ് ഇന്നലെ സജി ചെറിയാൻ പറഞ്ഞത്. അത് പോലീസ് തന്നെ പറഞ്ഞു എന്ന തരത്തിലാണ് സജി ചെറിയാൻ പറഞ്ഞത്. എന്നാൽ ഈ പരിശോധനയിൽ സ്റ്റേജിനും ബലം ഉണ്ടായിരുന്നില്ല എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പമാണ് ഈ വേദി VIP-കൾ അടക്കം ഉണ്ടായിരുന്ന വേദിക്കരികിൽ ഒരു ആംബുലൻസ് പോലും ഉണ്ടായിരുന്നില്ല. ഇത് വൈദ്യസഹായം നൽകുന്നതിന്, ഉമാ തോമസിന് വൈദ്യസഹായം നൽകുന്നതിന് കാലതാമസം ഉണ്ടാക്കി. അതോടൊപ്പം തന്നെ ഈ സംഘാടകർ പറഞ്ഞിരുന്നത് 150 വോളണ്ടിയർമാരെ അവർ ഇവിടുത്തെ ക്രമീകരണങ്ങൾക്കായി നിയോഗിച്ചിട്ടുണ്ട്. അതിലാരും തന്നെ ഇത്തരം ഒരു അപകടമുണ്ടായാൽ അത് കൈകാര്യം ചെയ്യാൻ പരിശീലനം സിദ്ധിച്ചവരോ അതിനുള്ള അറിവുണ്ടായിരുന്നവരോ അല്ല. അതുകൊണ്ട് തന്നെ ഉമാ തോമസിനെ അവിടെ നിന്നും മാറ്റുമ്പോഴും മറ്റും അത് കൃത്യമായി പരിശീലനം ലഭിക്കാത്തവരായത് അത് ആരോഗ്യ പ്രശ്നങ്ങൾ വഷളാക്കുന്ന തരത്തിൽ ബാധിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ വ്യക്തമാക്കിയതാണ് ഇതിന് ചില നിർദ്ദേശങ്ങൾ. GCDA ഇത് സ്റ്റേഡിയം വിട്ട് നൽകുമ്പോൾ നൽകിയ 24 നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. അതിൽ പലതും പാലിച്ചില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മേടിക്കണം. അതിൻ്റെ ആവശ്യം ഇപ്പോഴില്ല എന്ന തരത്തിലായിരുന്നു സംഘാടകർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത്. എന്നാൽ അത് വലിയൊരു വീഴ്ച തന്നെയാണ്. ഇവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് അഗ്നിശമന സേനയുടെ മറ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങി നൽകിയത് കൃഷ്ണകുമാർ എന്ന KK പ്രൊഡക്ഷൻസ് എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് കൃഷ്ണകുമാർ ആയിരുന്നു. ആ കൃഷ്ണകുമാറും ഇന്നലെ അറസ്റ്റിലായ വ്യക്തികളിൽ ഒരാളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാതെ ഇതിലും മറ്റും ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചോ എന്നതടക്കമുള്ള കാര്യങ്ങളും ഇനിയും അന്വേഷണത്തിൻ്റെ ഭാഗമായി വരും. അത് അഗ്നിശമന സേനയ്ക്ക് കൂടി ഭീഷണി ഉയർത്തുന്ന, അതിലെ അവരുടെ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നതുകൂടി പരിശോധിക്കുന്ന തരത്തിലേക്ക് പോവുകയാണ്. എന്തു തന്നെയായാലും ഇവിടെ ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അവിടെ വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നില്ല എന്നതാണ്, ശാസ്ത്രീയമായിരുന്നില്ല അവിടെ കാര്യങ്ങൾ സന്ദേശം തന്നെയാണ് സജി ചെറിയാൻ അടക്കമുള്ള അല്ലെ നമ്മുടെ മന്ത്രിമാർ കൂടി നൽകുന്നു എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുകയില്ല. കാരണം ഇത്തരം തെറ്റുകൾ ആവർത്തിച്ചാലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സംരക്ഷണം ഉണ്ടാകുമെന്നൊരു തെറ്റായ സന്ദേശം ജനങ്ങളിലേക്ക് എത്തുന്ന തരത്തിലേക്കാണ് മന്ത്രിമാരുടെ പ്രതികരണവും കൂടി. അതുകൂടി മന്ത്രിമാർ അല്ലെങ്കിൽ അധികൃതർ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. സുധീഷ് ഗോപാലാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ ലഭിച്ചത്.